നമസ്കാരം. പ്രധാന വാർത്തകൾ. മുത്തശ്ശി തീവച്ച് പൊള്ളലേൽപ്പിച്ച ബാലിക 1.5 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിച്ച് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ 16-ന് തൊടുപുഴയിൽ പ്രസംഗിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള എതിരേൽപ്പ് വിളക്ക് നടന്നു. വാർത്തകൾ വിശദമായി. മുത്തശ്ശി മദ്യലഹരിയിൽ പൊള്ളലേൽപ്പിച്ച പാറക്കടവ് സ്വദേശിയായ പെൺകുട്ടി മരിച്ചു. തമിഴ്നാട് സ്വദേശി ശെൽവന്റെ മകൾ ദേവിയാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ പുലർച്ചെയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. മൃതദേഹം മുനിസിപ്പൽ കൗൺസിലർ ആർ ഹരി, കുട്ടിയുടെ പിതാവ് ശെൽവം, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. മുത്തശ്ശിക്കൊപ്പം താമസിച്ചു വരികയായിരുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് മദ്യലഹരിയിലായിരുന്ന മുത്തശ്ശി തന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായ പൊള്ളലേറ്റ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല ജനസേവാ ശിശുഭവൻ ഏറ്റെടുത്തിരുന്നു. 2.25 ലക്ഷത്തോളം രൂപ നാട്ടുകാർ തന്നെ പിരിവെടുത്ത് ചികിത്സാ സഹായമായി നൽകിയിരുന്നു. സംഭവം നടന്ന അന്ന് തന്നെ മുത്തശ്ശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് സംബന്ധിച്ച ആശങ്കകൾ ശക്തമായിരിക്കെ സമിതി അധ്യക്ഷൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വിശകലനം ചെയ്ത് തൊടുപുഴയിൽ സംസാരിക്കും. ഏപ്രിൽ 14-ന് വൈകിട്ട് 4-ന് തൊടുപുഴ ടൗൺ ഹാളിൽ തപസ്യ സംഘടിപ്പിക്കുന്ന യോഗത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള യോഗം കൗൺസിൽ ഓഫ് ചർച്ചസ് മുൻ പ്രസിഡന്റ് അഭിവന്ദ്യ തോമസ് മാർ അത്താനിയോസ് ഉദ്ഘാടനം ചെയ്യും. തപസ്യ അധ്യക്ഷൻ കവി എസ് രമേശൻ നായർ അധ്യക്ഷനായിരിക്കും. കുമ്മനം രാജശേഖരൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും. പ്രൊഫസർ PG ഹരിദാസ്, MN ജയചന്ദ്രൻ, KS അജി, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇത് കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടാണെന്നും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും വനവൽക്കരണമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്നുമൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന അവസ്ഥയിലാണ് തപസ്യ. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശില്പശാല നടത്തിയത്, റിപ്പോർട്ടിനെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് പ്രതികൂലമായ ഒരു റിപ്പോർട്ടല്ല എന്ന് മനസ്സിലാക്കുക, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൂര്യതാപം കൊണ്ട് അനേകം ആൾക്കാർ ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. കാടുകൾ നശിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് കുടിവെള്ളം കിട്ടാതെയാകുന്ന വളരെ രൂക്ഷമായ ഭീഷണമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ അവസ്ഥയിലെങ്കിലും നമുക്ക് പരിസ്ഥിതി നാശത്തെക്കുറിച്ച് ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനും സാധിക്കണം എന്ന് മാത്രമേ തപസ്യ ഉദ്ദേശിക്കുന്നുള്ളൂ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് ആനക്കൂട് കവലയിൽ എതിരേൽപ്പ് വിളക്ക് നടന്നു. മയിലക്കൊമ്പ് നിന്നുള്ള തിരിച്ചെഴുന്നള്ളിപ്പിന് ദീപക്കാഴ്ചകൾ ഒരുക്കി വാദ്യമേളങ്ങളോടെയാണ് വരവേറ്റത്. വൈകിട്ട് 7 മുതൽ നടന്ന ട്രിപ്പിൾ തായമ്പക ആസ്വദിക്കുന്നതിനും എതിരേൽപ്പിനും 100 കണക്കിന് ആളുകളാണ് ആനക്കൂട് കവലയിൽ എത്തിയത്.
മണക്കാട് നരസിംഹസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കുംഭക്കുട ഘോഷയാത്ര നടന്നു. മണക്കാട് കുന്നത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് കുംഭക്കുടം നിറച്ച് ദേവീക്ഷേത്രത്തിലേക്കാണ് ഘോഷയാത്ര നടന്നത്. കൂടുതൽ ഉത്സവ വിശേഷങ്ങൾ. ഇക്കുറി തിരുവുത്സവത്തിന് തിടമ്പേറ്റുന്നത് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആനയാണ്. പാലാ പല്ലാട്ട് കമലമേട് ഉടമസ്ഥതയിലുള്ള 43കാരനായ ബ്രഹ്മദത്തൻ 15 വർഷം മുമ്പ് ആസാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഗജോത്തമനെ. മതപ്പാട് കാലത്ത് പോലും പാപ്പാനോട് അടുപ്പം കാട്ടുന്ന ശാന്ത സ്വഭാവിയായ ബ്രഹ്മദത്തൻ എഴുന്നള്ളുന്ന ആനകളിൽ ഏറെ പ്രിയപ്പെട്ടവനാണ്. ഒന്നാം പാപ്പാനായ ദാമോദരൻ നായരോടാണ് ബ്രഹ്മദത്തന് ഏറെ അടുപ്പം. 2003 ഉത്സവത്തിനിടയിൽ മറ്റൊരു ആന പാപ്പാനെ തട്ടി വീഴ്ത്തി കുത്താനാഞ്ഞപ്പോൾ രക്ഷപ്പെടുത്തിയത് ബ്രഹ്മദത്തനാണ്. 2003 മാർച്ച് മാസം 23-ാം തീയതി വാടാനപ്പള്ളി തൃത്തല്ലൂർ വെച്ച് ഗുരുവായൂർ ജൂനിയർ വിഷ്ണു യാതൊരു ഇതുമില്ലാണ്ട് മുന്നറിയിപ്പും ഇല്ലാണ്ട് നമ്മളെ വന്ന് തട്ടിയിട്ട് കുത്തി. അപ്പം നമ്മുടെ ആന എടുത്ത് നോക്കണ്ടായിരുന്നു. അത് കയറി വട്ടം കയറി പിടിച്ച് മറ്റേനെ കുത്തി മാറ്റി. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടതാണ്. തിരുവുത്സവ സമയത്ത് പതിവായി എത്താറുള്ള സേലം കൽച്ചട്ടികൾ ഇക്കുറിയും എത്തി. ഒട്ടേറെ പ്രത്യേകതയുള്ള കൽച്ചട്ടികളാണ് സേലം കൽച്ചട്ടികൾ. കടുപ്പം കുറഞ്ഞ പാറ വെട്ടുകല്ലുകൾ പോലെ വെട്ടിയെടുത്താണ് കൽച്ചട്ടികൾ നിർമ്മിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ കൊത്തിയെടുക്കുന്ന കൽച്ചട്ടികൾ പല വലുപ്പത്തിൽ ലഭ്യമാണ്. 100 മുതൽ 400 രൂപ വരെയാണ് വില. പാചകം ചെയ്യുന്ന ഭക്ഷണം ഏറെ നേരം ചൂടോടെ കേടുകൂടാതെ നിലനിൽക്കുമെന്നുള്ളതാണ് കൽച്ചട്ടികളുടെ പ്രത്യേകത. ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളും വിൽപ്പനയ്ക്കും ഒക്കെ ഉള്ളതാണ്. പിന്നെ 40 വർഷം കൊണ്ടുള്ള ഇതിൽ കറി വെച്ചാൽ കറി വഴിക്കില്ല, എല്ലാ ഗുണങ്ങളുണ്ട്. പിന്നെ ഇത് പഴയ കാലത്തെ ചിലവിപ്പില്ല, എല്ലാം കാലങ്ങൾ മാറിയതുകൊണ്ട് ഇതിൽ കൂട്ടാൻ വെച്ചുകൂട്ടാൽ കറി വരച്ചില്ല, ശരീരത്തിനൊക്കെ നല്ലതാണ്. ഞങ്ങൾ കുലത്തൊഴിലായിട്ട് 50-40 കൊല്ലം കൊണ്ടുള്ള നല്ല വൈക്കാഷ്ടമി മുതൽ തുടങ്ങിയ ഇരിങ്ങാലക്കുട ഉത്സവം വരെ കച്ചവടമുണ്ട്. ഈ കല്ലിന്റെ ഗുണമെന്ന് പറയാം എവിടുന്ന് കിട്ടണം? അതുപോലെ പറഞ്ഞ സേലത്തെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇവിടെ നമ്മൾ വെട്ടുകല്ലൊക്കെ വെട്ടില്ലേ, അതുപോലെ വെട്ടി കൈപ്പണി അതുകൊണ്ട് എന്നിട്ട് കൊണ്ടുവന്നാണ് തെറ്റി മിനിക്ക് ഇവിടെ വന്ന് ചെയ്യുന്നത്. കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം സെക്രട്ടറി ഷാജി തെങ്ങുമ്പള്ളി രാജിവെച്ച് NCPയിൽ ചേർന്നു. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. NCP സംസ്ഥാന ട്രഷറർ മാണി സി കാപ്പനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്താണ് അദ്ദേഹം രാജിക്കാര്യം അറിയിച്ചത്. നമ്മൾ ആവശ്യപ്പെടുന്ന സീറ്റ് തന്നെ മുന്നണി നേതൃത്വം പിന്നെ വളരെ എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾ. RSPയും ഞങ്ങളും സീറ്റ് ആവശ്യപ്പെടാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടും. ഏത് സീറ്റാണെന്ന് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അത് മൂവാറ്റുപുഴ പാർലമെന്റ് വേണ്ട എന്ന് തീരുമാനം എടുത്തിരുന്നു 2001. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലേ മൊത്തത്തിലുള്ള സാധ്യത. ജനം മടുത്തിരിക്കല്ലേ ഈ ഭരണം കൊണ്ട്. വിലക്കയറ്റവും മറ്റ് പ്രശ്നങ്ങളും കോൺഗ്രസിലെ ഗ്രൂപ്പുകളെയും തമ്മിത്തല്ലും മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ പോക്കും ഇതൊക്കെ കണ്ട് ജനം മടുത്തിരിക്കുകയാണല്ലോ. ഏത് സ്ഥലത്തേക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഏത് സീറ്റാണോ കിട്ടുന്നത് അതിൽ സ്യൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റിനെ പാർട്ടി തീരുമാനിക്കും.
പാർലമെന്റ് നേരത്തെ കണ്ണൂർ മത്സരിച്ചിരുന്നല്ലോ. ഷൺമുഖദാസ് 2000 വോട്ടിന് തോറ്റു കഴിഞ്ഞപ്പോൾ CPM ആ സീറ്റ് എടുത്തിട്ടാണല്ലോ മൂവാറ്റുപുഴ തന്നത്. അപ്പോൾ പാർട്ടി മത്സരിക്കാൻ തീരുമാനമെടുത്ത ശേഷം കടന്നപ്പള്ളി പുറത്തു വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, രാഷ്ട്രീയ ആത്മഹത്യക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. സീറ്റ് തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മുന്നണി ബന്ധങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ മുന്നണി വികസിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവ ബലി ദർശനം ശനിയാഴ്ച രാവിലെ 10 മുതൽ നടക്കും. ദളിത് പിന്നോക്ക മുന്നണി നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സംഗമത്തിന് മുന്നോടിയായി പുന്നല ശ്രീകുമാരൻ നയിക്കുന്ന വിളംബര ജാഥ 13-ന് തൊടുപുഴയിലെത്തും. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ രാത്രി ആരാധന ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4:30-ന് കുരിശിന്റെ വഴിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുത്തശ്ശി തീവച്ച് പൊള്ളലേൽപ്പിച്ച ബാലിക 1.5 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിച്ച് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ 16-ന് തൊടുപുഴയിൽ പ്രസംഗിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള എതിരേൽപ്പ് വിളക്ക് നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.